വയനാട് പുൽപ്പള്ളി അമരക്കുനിക്ക് സമീപം വീണ്ടും കടുവ ആടിനെ കൊന്നു. ആടിക്കൊല്ലി ഊട്ടിക്കവല പായിക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെയാണ് കടുവ കൊന്നത്. കടുവയെ കാപ്പിത്തോട്ടത്തിൽ വെച്ച് കണ്ടെത്തിയെന്ന് സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ പറഞ്ഞു. കടുവയെ തുറസായ സ്ഥലത്തേക്ക് മാറ്റി മയക്കുവെടി വെക്കാനാണ് ശ്രമമെന്നും DFO അറിയിച്ചു. ലിഫ്റ്റിങ്ങിനുള്ളൊരു ശ്രമമാണ് ഉണ്ടായത്. അപ്പോൾ വീട്ടുകാർ ഉണർന്നതുകൊണ്ട് ഇതിനെ കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിനെ തന്നെ നമ്മൾ ഏറെയായിട്ട് ഇന്നലെ വൈൽഡ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്ന കൂട്ടിൽ, റിസർവ് കൂട്ടിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ രാത്രി തന്നെ ഡോക്ടറും സംഘവും ഇവിടെ എത്തുകയും തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഈ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അനുകൂലമായ സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മയക്കുവെടി വെക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപേക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരു അവധി ദിവസമാണ്. പരമാവധി ജനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു ദൗത്യം അതിൻ്റെ വിജയകരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് അവിടെ പരമാവധി ഡിസ്റ്റർബൻസ്, ഈ പറയുന്ന ദൗത്യം നടക്കുന്ന ഭാഗത്ത് പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കേണ്ടതുണ്ട്. അവിടെ കിടക്കുകയോ ഒച്ച കേട്ടോണ്ട് ഇതിൽ 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നേ. ഇങ്ങോട്ട് തിരിഞ്ഞ് ഒച്ച കേട്ടോണ്ട് ഞാൻ നോക്കിക്കൊണ്ട് ഈ 2 കൈ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് കടുവ. കടുവയുടെ കൈ അണ്ട് ഞാനിങ്ങനെ ഞാനുണ്ട് ജനലിട്ട് കൊട്ടി ബിജുവിനെയും വിളിച്ചോണ്ട് നമ്മുടെ ആടിനെ കടുവ പിടിച്ചു മോനേന്നും പറഞ്ഞോണ്ട് അപ്പോഴത്തേക്ക് ഇവൻ്റെ വർക്ക് വന്നു. അപ്പോൾ കടുവ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ്, ഇങ്ങോട്ടല്ല തിരിഞ്ഞ്, ഇങ്ങനെ വട്ടം തിരിഞ്ഞ് അതേ ആ കാൽപ്പാട അവിടെ ചവിട്ടി ആ പൈപ്പിൻ്റെ അവിടെ എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ പോയി ശനി കൊന്നു. അതിനെ ആടിനെ കൊന്നു, തള്ളയാടിനെ കൊന്നു. എന്നിട്ട് ഇതിന് വേണ്ടില്ലേ ചോരയൊക്കെ ഇരിക്കുന്നത് ഇതിൻ്റെ കഴുത്തെ പിടിച്ച് ഈ കുഞ്ഞ് ഇതിൻ്റെ അടുത്താ തന്നെ അതിന് ഇതിൻ്റെ മേത്തൊക്കെ ചോര ഉണ്ടോ. ഇതിനെ എപ്പോഴും കൂടെയായിരുന്നു ഇങ്ങനെയത്. കാരണം നിങ്ങളൊക്കെ ഇനി എന്നാ ചെയ്യുന്നതെന്ന് പറയും. കമലാണ് വിവരങ്ങളുമായി ചേരുന്നത്. കമൽ, അമരക്കുനിയിലെ കടുവാ ഭീതിയുടെ വാർത്ത ഇന്നലെയും വായിച്ചത് ഓർക്കുന്നു. കുറച്ച് ദിവസമായിട്ടുള്ള പ്രശ്നമാണ്. എന്താണ് വനംവകുപ്പ് അധികൃതർ നാട്ടുകാരോട് പറയുന്നത്? അഭിലാഷ്, ഏതാണ്ട് 9 ദിവസമായി. ഇന്നലെയും മിനിഞ്ഞാന്നും പൂർണ്ണ സജ്ജരായി വനംവകുപ്പ് സംഘം ഇവിടെ തെരച്ചിൽ നടത്തുകയും കടുവയെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ പുലർച്ചെ ഒരാടിനെ കൊന്നു, ഇന്ന് പുലർച്ചെ മറ്റൊരാടിനെ കൂടി കൊന്നു. 4 ഇന്ന് രാവിലെ ആ ആടിനെ കൊന്നതിന് ശേഷം കടുവയുടെ നീക്കങ്ങൾ തെർമൽ ഡ്രോണിലൂടെ വനംവകുപ്പിന് ലഭിച്ചിരുന്നു. ആ സമയത്ത് തന്നെ മയക്കുവെടി സംഘം ഒക്കെ എത്തി കടുവയെ പിന്തുടർന്നെങ്കിലും ഏതാണ്ട് നേരം വെളുത്തതോടുകൂടി കടുവ അവിടെ നിന്ന് മാറി. പിന്നീട് കടുവ ഏത് സ്ഥലത്താണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ആളുകൾ ഇപ്പോഴും വലിയ ആശങ്കയിലാണ്. വനംവകുപ്പ് വലിയ സംഘമായി തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത് കടുവയ്ക്കായി തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും പ്രദേശവാസികളുടെ ഒരു ആശങ്കയ്ക്ക് അയവ് വന്നിട്ടില്ല. ഇന്നിപ്പോൾ 4ാമത്തെ വളർത്തുമൃഗത്തിനെയാണല്ലോ. അതെ, 4ാമത്തേനെ പിടിച്ചാണ്. ഒരു കുങ്കിയാനേനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എന്തിനും കൊണ്ടുവന്നതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഇത് എല്ലാത്തിനെയും പിടിച്ച് ഇങ്ങനെ ഇവരൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു പരിപാടി പോലെ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കടുവേനെ കിട്ടുമോ? ഇപ്പോൾ ഓരോ സ്ഥലത്ത് മാറി മാറിയാണ്. ഇന്നലെ കുറച്ചുകൂടെ അപ്പുറത്തായിരുന്നു, ഇന്നിപ്പോൾ ഈ ഭാഗത്താണ് രാവിലെ പിടിച്ചത്. അതെ, ഇന്നിപ്പോൾ ഈ 4ാമത്തെ ആടിനെ ഈ ഭാഗത്താണ് പിടിച്ചിരിക്കുന്നത്. കടുവ ഈ ഭാഗത്ത് തന്നെ ഉണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്ന് ഈ പിടിക്കുന്ന ഒരു രീതിയും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവർ ഇപ്പോൾ പറഞ്ഞ പോലെ കുങ്കിയാനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വെറുതെ അവിടെ നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ കൂട് കൊണ്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കൂടും കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. പക്ഷേ ഇതുവരെ ഇവരുടെ ഭാഗത്തു നിന്ന് പിടിക്കുന്ന ഒരു രീതിയും കാണുന്നില്ല. ആളുകൾക്ക് പ്രതിഷേധവും അതുപോലെ ആശങ്കയും ഒക്കെ ഉണ്ട്. അഭിലാഷ്, എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടി ഈ ആളുകളുടെ ആശങ്ക മാറ്റണം എന്നാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ഇന്ന് സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. തൈപ്പൊങ്കലിൻ്റെ അവധി വയനാട് ജില്ലയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും സ്കൂളിലൊന്നും പോയിട്ടില്ല. പക്ഷേ ആളുകൾ അവിടെ ധാരാളമായി കൂടുന്നുണ്ട്. ഈ കാര്യത്തിന് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കടുവയെ ഇവിടെ നിന്ന് മയക്കുവെടി വെച്ച് തന്നെ പിടികൂടണമെന്നാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. കൂടുവെച്ചുള്ള കാത്തിരിപ്പിന് ഇനി അനുവദിക്കില്ല എന്നുള്ള രീതിയിലാണ് പ്രദേശവാസികൾ പ്രതികരണങ്ങൾ.